നട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ വെള്ളം നനയ്ക്കരുത്. അതിന് പകരം ലീഫിലും ചുവട് ഭാഗത്ത് മാത്രം വെള്ളം കൊടുക്കുക. ഫ്ലവേഴ്സിൽ വെള്ളം നനയ്ക്കാതിരുന്നാൽ ഓൾമോസ്റ്റ് 3 months വരെ, ചിലപ്പോൾ 3 monthിനെക്കാളും ചില വെറൈറ്റീസ് നിൽക്കും. ഇത് നമ്മുടെ കാറ്റിലിയ വെറൈറ്റിയാണ്. നമുക്ക് നോർമലി വരുന്ന ബിഗ് സൈസ് ഫ്ലവർ വരുന്ന കാറ്റിലിയ ഉണ്ട്. അപ്പം അത് വന്നിട്ട് ഫ്ലവറിങ് പീരീഡ് ഇച്ചിരി കൂടുതലാണ്. ഇത് കോമ്പാക്റ്റം വെറൈറ്റിയാണ്. യായ കോമ്പാക്റ്റോ എന്ന് പറയും. കോമ്പാക്റ്റോ എന്ന് പറയുമ്പോൾ ചെടി അധികം ഹൈറ്റ് വയ്ക്കത്തില്ല, പക്ഷേ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരും. വരുന്ന എല്ലാ ഷൂട്ട്സിലും 3-4 സ്പൈക്സ് ഫ്ലവേഴ്സും വന്നുകൊണ്ടേയിരിക്കും. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ ബാലരാമപുരത്തിനടുത്തുള്ള കൺട്രോൾ എന്ന സ്ഥലത്താണ് ഏഷിക ഓർക്കിഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നത്. നമുക്കിവിടെ ഓർക്കിഡ്സ് വെറൈറ്റീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഡെൻഡ്രോബിയം, ഫെലനോപ്സിസ്, കാറ്റിലിയ, ടൊലുമിന, ഓൺസീഡിയം ഇങ്ങനെയുള്ള ഓർക്കിഡ് വെറൈറ്റീസ് മാത്രം. മറ്റ് വെറൈറ്റീസ് ഒന്നും ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടല്ല. അതുപോലെ തന്നെ ഫെലനോപ്സിസ് ഇപ്പോൾ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഡെൻഡ്രോബിയം ആണെങ്കിൽ ഫ്ലവർ പ്ലാന്റ്സ്, സീഡ്ലിങ്സ്, മെച്ചർ പ്ലാന്റ്സ് അങ്ങനെ എല്ലാ സൈസും അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓർക്കിഡ് കൃഷി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓർക്കിഡ്സ് വീട്ടിലൊരു പാഷനായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പം തുടക്കം ആണെങ്കിൽ ഒരിക്കലും ചെറിയ തൈയിൽ നിന്ന് തുടങ്ങരുത്. ഒരു വലിയ തൈയിൽ നിന്ന് തന്നെ പരീക്ഷണം തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം പലരും എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അപ്പോൾ നമ്മൾ വില കൂടിയ തൈ വാങ്ങിക്കഴിഞ്ഞാൽ അത് ചീത്തയായി കഴിഞ്ഞാൽ നഷ്ടമല്ലേ? അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിലൊരു എക്സ്പീരിയൻസ് ഇല്ല, വളർത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ ചെറിയ തൈ ആവുമ്പോൾ നമുക്ക് അത്രയും കെയർ കൊടുത്ത് വളർത്തിയെടുക്കണം. അപ്പോൾ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നിങ്ങൾ വളർത്തുന്ന സമയത്ത് അതിൻ്റെ ചിലപ്പോൾ ലീഫൊക്കെ ഡ്രോപ്പ് ആവും. അതോടുകൂടെ നിങ്ങൾ ആ ഒരു പാഷൻ ചിലപ്പോൾ ഉപേക്ഷിച്ചെന്ന് തന്നെ ഇരിക്കും. ഈ ഓർക്കിഡ്സ് എന്ന് വെച്ചാൽ നല്ല ക്ഷമയോടെ വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ വലിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ വളർത്താൻ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കെയറിങ്, എങ്ങനെയാണ് ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്, അതിനെങ്ങനെ റീപ്ലാന്റ് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വലിയ പ്ലാന്റ് വാങ്ങുമ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആവും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് വലിയ പ്ലാന്റ്സ് വാങ്ങി പരിശീലിച്ചതിന് ശേഷം ചെറുത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇത് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാനും പറ്റും. ഫസ്റ്റ് റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഒരു 2 weeks ഷെയ്ഡിൽ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മളിപ്പോൾ നിങ്ങളൊരു നഴ്സറിയിലെന്നോ എവിടെന്നേലും വാങ്ങുന്ന ഒരു ഹോം ഗാർഡനോ നഴ്സറിയോ ഫാമോ എന്തോ ആയിക്കോട്ടെ, എവിടെന്നേലും വാങ്ങുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ അത് മെയിൻലി ഷെയ്ഡ് ഹൗസിന് അകത്തിരിക്കുന്ന പ്ലാന്റ് തന്നെയായിരിക്കും. അപ്പം നിങ്ങളിത് കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് എല്ലാം ഡ്രോപ്പ് ആകും, യെല്ലോയിഷ് ആയിട്ട്. അപ്പോൾ സോ നിങ്ങൾ റീപ്ലാന്റ് ചെയ്യുക. അതും വന്ന ഉടനെ റീപ്ലാന്റ് ചെയ്യണമെന്നില്ല. ഒരു 1 or 2 weeks ഷെയ്ഡിൽ കീപ്പ് ചെയ്ത് അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആക്കുക പ്ലാന്റ്. അതിനുശേഷം നിങ്ങൾ റീപ്ലാന്റ് ചെയ്യുക. റീപ്ലാന്റ് ചെയ്ത് പിന്നെയും ഒരു 2-3 weeks അണ്ടർ ഷെയ്ഡ് തന്നെ കീപ്പ് ചെയ്യുക. അതിനുശേഷം പതിയെ ചെറിയൊരു ടെമ്പറേച്ചർ വേരിയേഷനിലോട്ട് മാറ്റുക. പിന്നെ കുറച്ചുകൂടെ ടെമ്പറേച്ചർ വേരിയേഷനിലോട്ട് മാറ്റാം. അങ്ങനെ മാറ്റി നമുക്കിതിൻ്റെ വേണമെങ്കിൽ പൂർണ്ണമായിട്ടും പുറത്തോട്ട് തന്നെ ഇടാം. അതായത് കംപ്ലീറ്റ്ലി വെയിലും മഴയും കിട്ടുന്ന രീതിയിൽ ഇടാം. പക്ഷേ ഇങ്ങനെ ഒരു ഗ്രാജുവൽ ചേഞ്ച് ആയിരിക്കണം. അത് ഇന്നൊരു സ്ഥലത്ത് വെച്ചോ നാളെ മറ്റൊരു സ്ഥലത്ത് വെച്ചോ അങ്ങനെയല്ല. ഇത് മാസങ്ങളെടുക്കുന്ന ഒരു ലെങ്തി ആയിട്ട് വരുന്ന പ്രോസസ്സാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഷെയ്ഡ് ഹൗസിനകത്തിരിക്കുന്ന ഓർക്കിഡ് വെയിലത്തും മഴയത്തും ഡയറക്റ്റ് വയ്ക്കാവുന്ന രീതിയിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. കാര്യം ഇവിടെ വരുന്ന എല്ലാവരും ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് ഷെയ്ഡ് ഹൗസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഓർക്കിഡിന് മഴ നനയാൻ പാടില്ലേ? അല്ലാതെ എന്നുള്ള ഉത്തരവാണ് ഈ പറഞ്ഞത്. ഈ രീതിയിൽ നമുക്ക് പ്ലാന്റിനെ മാറ്റിയെടുക്കാം. പിന്നെ ഒച്ചെന്ന് പറയുമ്പോൾ അത് നമ്മൾ മാനുവലി തന്നെ നശിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. അല്ലെങ്കിൽ ഒച്ച വരാതെ നോക്കുക. പിന്നെ സ്നെയിൽ പെല്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് അത്രയും സക്സസ് ആവുന്നുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നോക്കിയെടുത്ത് അതിനെ നശിപ്പിച്ച് കളഞ്ഞാൽ അത് അവിടെ നിന്ന് പോയി എന്ന് തന്നെ വിശ്വസിക്കാം. അല്ലാതെ ഒച്ചിന് പൂർണ്ണമായിട്ട് മാറ്റാൻ വേറൊരു മെഡിസിനും അവൈലബിൾ അല്ല. ഇത് ഫുജി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പിന്നെ വന്നിട്ട് ഇത് യെല്ലോ ആണ്, അരിഡങ് യെല്ലോ. ഇത് പോപ്സൈ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പിന്നെ ഇത് വന്നിട്ട് ഊലങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇവിടെ വന്നിട്ട് ഇത് ബൂട്ടാച്ചങ് റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പിന്നെ ഇത് വന്നിട്ട് ജെയ്ഡ് ജൂനിയർ, ഇത് ലാഡ റെഡ്. ഇതെല്ലാം ഈ ഡെൻഡ്രോബിയത്തിന്റെ തന്നെ പല പല വെറൈറ്റീസ് ആണ്. ഒരു ഡെൻഡ്രോബിയം ഇത് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഈ ചുവട് ഭാഗം മുകളിൽ തന്നെ ഇരിക്കണം. നമ്മൾ കൊടുക്കുന്ന പോട്ടിംഗ് മീഡിയയുടെ
മുകളിൽ, എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള പുതിയ ഷൂട്ടുകൾ ഫാസ്റ്റായിട്ട് വരികയുള്ളൂ. ഇതിപ്പോൾ ഇത് ഷൂട്ടാണ്, ഇതുപോലെ ഷൂട്ട് ഫാസ്റ്റായിട്ട് വരും. ഇങ്ങനെയുള്ള പുതിയ ഷൂട്ട്സ് വരുന്തോറും അതിന് നല്ല ഗ്രോത്ത് കിട്ടും, ഫ്ലവറും അതിനനുസരിച്ച് നിറയുണ്ടാകും. നോർമലി നമ്മൾ റോസയൊക്കെ നടുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് കുഴിച്ച് വയ്ക്കുക ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മൾ ഓർക്കിഡ്സ് നട്ട് കഴിഞ്ഞാൽ അത് ഡെവലപ്പായി വരത്തില്ല. ഈ ഹോൾസ് ഉള്ള ചട്ടി യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞാൽ, കാരണം മാക്സിമം എയർ സർക്കുലേഷൻ. ശരിക്കും ഒരു ഓർക്കിഡ്സിന് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒത്തിരി കൊടുക്കുമെങ്കിലും ബെറ്റർ എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം മാത്രം കൊടുത്താൽ ഫ്ലവേഴ്സ് വരും. അത് ക്ലൈമറ്റ് ഓക്കെ ആണ്, അവിടുത്തെ ടെമ്പറേച്ചറും എയർ സർക്കുലേഷനും ഓക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് വാട്ടർ മാത്രം അപ്ലൈ ചെയ്താൽ മതി, നിറയെ ഫ്ലവേഴ്സ് വന്നുകൊണ്ടേയിരിക്കും, ഒരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാതെ തന്നെ. ഇത് നമ്മുടെ കാറ്റിലിയ വെറൈറ്റി ആണ്. നമുക്ക് നോർമലി വരുന്ന ബിഗ് സൈസ് ഫ്ലവർ വരുന്ന കാറ്റിലിയ ഉണ്ട്. അപ്പം അത് വന്നിട്ട് ഫ്ലവറിങ് പീരീഡ് ഇച്ചിരി കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി ഇതിൽ ഓൾമോസ്റ്റ് എപ്പോഴും ഫ്ലവർ ഉണ്ടായിരിക്കും, കാരണം ഓരോ ലീഫിൻ്റെ ഇടയ്ക്കൊന്നും ഇതിലിങ്ങനെ ഫ്ലവേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. ഇത് കോമ്പാക്റ്റം വെറൈറ്റിയാണ്, യായ കോമ്പാക്റ്റോ എന്ന് പറയും. കോമ്പാക്റ്റോ എന്ന് പറയുമ്പോൾ ചെടി അധികം ഹൈറ്റ് വയ്ക്കത്തില്ല, പക്ഷേ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരും. വരുന്ന എല്ലാ ഷൂട്ട്സിലും 3-4 സ്പൈക്സ് ഫ്ലവേഴ്സും വന്നുകൊണ്ടേയിരിക്കും, എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. ഇത് ഡെൻഡ്രോബിയം തന്നെയാണ്, നടുന്നതെല്ലാം അതുപോലെ തന്നെയാണ്. പ്ലാന്റ് വലിയ ഹൈറ്റിൽ പോകത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുക. ഫെർട്ടിലൈസർ ഇപ്പോൾ സീഡ്ലിങ്സ് ആണ് വാങ്ങി നടുന്നതെങ്കിൽ, ചെറിയ തൈകളാണെങ്കിൽ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ മാത്രം കൊടുക്കുക, ഒരിക്കലും ഫ്ലവറിനുള്ളത് കൊടുക്കരുത്. എങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഷോർട്ട് ആവും. അപ്പോൾ ഗ്രോത്തിനുള്ള NPKയുടെ കോൺസെൻട്രേഷൻ 30-10-10 വരുന്നത് കൊടുക്കുക. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഗ്രോത്ത് കിട്ടും. അതിനുശേഷം ചെടി നല്ല വലുതായി മെച്ചുറായി എന്ന് തോന്നുന്ന സമയത്ത് ഓൾട്ടർനേറ്റ് വീക്സിൽ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറും കൂടെ കൊടുക്കാം. അതായത് 13-27-27 NPKയുടെ കോൺസെൻട്രേഷൻ, 13-27-27. അപ്പോൾ ആ ഒരു ഫെർട്ടിലൈസർ പല ബ്രാൻഡുകളുണ്ട്, ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് ഓൾട്ടർനേറ്റ് വീക്സിൽ വേണം കൊടുക്കാൻ. പിന്നെ നല്ല വലിയ പ്ലാന്റ്സ് ആയി കഴിഞ്ഞു, ഒരു മദർ പ്ലാന്റ് ടൈപ്പായി, അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഗ്രോത്തിനുള്ളത് കൊടുക്കണമെന്നില്ല, ഫ്ലവറിങ്ങിന് മാത്രം കൊടുത്തിരുന്നാൽ മതി. പിന്നെ ഇത് വീക്കിലി ഒരിക്കൽ അപ്ലൈ ചെയ്യാം. 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഒന്നുള്ളതാണ് പ്രപ്പോർഷൻ. പിന്നെ ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഫംഗിസൈഡ് ആയിട്ടുള്ള സാഫ്, ഇൻഡോഫിൽ ഇതിലേതെങ്കിലും ഒരു 1 ഗ്രാം കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 3 മാസം നിൽക്കും. അത് കഴിയാറാകുമ്പോൾ അടുത്ത സ്പൈക്ക് വരും. അങ്ങനെ വരുമ്പോൾ അതായത് വർഷത്തിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഇതിൽ ഫ്ലവർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ വെള്ളം നനയ്ക്കരുത്. അതിന് പകരം ലീഫിലും ചുവട് ഭാഗത്ത് മാത്രം വെള്ളം കൊടുക്കുക. ഫ്ലവേഴ്സിൽ വെള്ളം നനയ്ക്കാതിരുന്നാൽ ഓൾമോസ്റ്റ് 3 മന്ത്സ് വരെ, ചിലപ്പോൾ 3 മന്തിനെക്കാളും ചില വെറൈറ്റീസ് നിൽക്കും ഫ്ലവേഴ്സ്. പൂലം കട്ട് ഫ്ലവേഴ്സിനൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നതാ. അതിൻ്റെ ഷൂട്ട് നല്ല ലെങ്തിൽ വരും. അതുപോലെ തന്നെ സ്പൈക്കും അതുപോലെ നല്ല ലെങ്തിൽ കിട്ടും. നമുക്ക് ചെടി വലുതാവുന്നതനുസരിച്ച് അതിൻ്റെ സ്പൈക്ക് വലുതാവും. സ്പൈക്ക് വലുതാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്പൈക്കിൽ തന്നെ നമ്പർ ഓഫ് ഫ്ലവേഴ്സും കൂടുതൽ കിട്ടും. പിന്നെ പ്ലാന്റ് ഇങ്ങനെ മാറ്റി വെക്കരുത്, പൊസിഷൻ മാറ്റരുത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഇത് മാറ്റാതെയാണ് റീപ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഇതിൽ ചാർക്കോളും ഈ ഓട് കഷ്ണവും മാത്രം കൊടുത്താൽ മതി. പിന്നെ കോക്കനട്ട് ചിപ്സ് കൊടുക്കണ്ട. ഈ ചകിരിനാരെല്ലാം മാറ്റിയിട്ടാണ് റീപ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ കോക്കനട്ട് ചിപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പ്ലാന്റ് ചെയ്യുന്ന സമയത്ത്. 2 രീതിയിലും പ്ലാന്റ് ചെയ്യാം. നമുക്ക് ഈ ഓട് പീസ് കൊടുക്കുന്ന സമയത്ത് ഇച്ചിരി കൂടെ ഒരു മോയ്സ്ചർ കണ്ടന്റ് കിട്ടും. കാരണം ഓട് പീസിൽ കുറച്ച്, അതായത് ഇപ്പം നമ്മൾ ഇത് മൺചട്ടിയിലാണ് നട്ടേക്കുന്നത്. ഇപ്പം പ്ലാസ്റ്റിക് പോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓട് പീസ് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ തണുപ്പ് നിൽക്കും, വെള്ളം അതിൽ പിടിച്ച് നിന്നിട്ട്. ഇപ്പോൾ എല്ലാവർക്കും ഈ മഡ് പോട്ട് യൂസ് ചെയ്യാൻ പറ്റൂല, പ്ലാസ്റ്റിക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ പ്ലാസ്റ്റിക് പോട്ടിൽ നമ്മൾ ഓട് പീസ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ മഡ് പോട്ടിൽ നടുന്ന ഒരു എഫക്റ്റ് തന്നെ കിട്ടും. നമുക്കിതിന് വാട്ടറിങ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും കൊടുക്കാം. പിന്നെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് 2 നേരം കൊടുക്കാം. അതായത് ഇതിൻ്റെ മൂട് ഭാഗത്ത് നോക്കുക, എപ്പോഴും മൂട് ഭാഗത്ത് നനവില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കുക, നനവുണ്ടെങ്കിൽ വെള്ളം കൊടുക്കണ്ട. ചിലപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് 2 ഡേയ്സ് ഇൻ്റർവെല്ലിൽ വെള്ളം കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ക്ലൈമറ്റിൽ നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം എങ്ങനെ വെള്ളം കൊടുക്കണം എന്നുള്ളത്. ഒരു 2 വീക്സ് നമ്മൾ റെഗുലറായിട്ട് നിരീക്ഷിക്കുക വെള്ളം കൊടുക്കുന്നതിനെ പറ്റി. അപ്പോൾ എല്ലാ ദിവസവും കൊടുക്കണോ, 2 നേരം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അതോ 1 നേരം മതിയോ, ഇതെല്ലാം നമുക്ക് തന്നെ
സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇത് കൂടുതലും ടിഷ്യൂ കൾച്ചറാണ് വരുന്നത് ഓർക്കിഡ്സിൽ. നമ്മൾ സീഡ്ലിങ്സ് വാങ്ങി നടുക എന്നുള്ളത് തന്നെയാണ് ഓപ്ഷൻ. ഇത് ഒത്തിരി ടൈം എടുക്കും നമ്മൾ ഇത് തയ്യാക്കി എടുക്കുകയെന്നുണ്ടെങ്കിലും. പിന്നെ എല്ലാവരും ചിന്തിക്കുന്നതാണ് ഇതുപോലെ ലീഫ് എല്ലാം പോയിട്ട് നിൽക്കുന്ന കമ്പിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നട്ടു കഴിഞ്ഞാൽ പുതിയ തൈ കിളർപ്പിക്കാൻ പറ്റുമോ? നമ്മൾ ഈ ചെടിയിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പം, അതായത് ജീവനുള്ള ഒരു വസ്തുവില്ലെന്ന് നമ്മളൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ആ ചെടിക്ക് ഉണ്ടായിരിക്കും. നമ്മൾ കട്ട് ചെയ്ത് മാറ്റാതെ അതിൽ തന്നെ കീപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോൾ ഫ്ലവർ വന്നെന്നിരിക്കും, ചിലപ്പോൾ ഇതുപോലത്തെ കിക്കി ടൈപ്പ് തൈ വന്നെന്നും ഇരിക്കും. പക്ഷെ നമ്മളിതിനെ മാറ്റി വയ്ക്കുവാണ്, ഒരു സ്ഥലത്ത് ഇതിനെ ഇളക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 10% ചിലപ്പോൾ അതിൽ നിന്നൊരു തൈ വന്നാലായി, അല്ലെങ്കിൽ അത് നശിച്ചു പോകത്തേ ഉള്ളൂ. മറ്റേത് നമുക്ക് ഇതുപോലത്തെ തൈകൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ശിഖരങ്ങളിൽ വരും. ഈ തൈ ഇതിൽ ഫസ്റ്റ് ഷൂട്ടായിരിക്കും വരുന്നത്, ഈ മുകളിലോട്ടുള്ള ഷൂട്ടായിരിക്കും വരുന്നത്. ഇതുപോലെ റൂട്ട്സ് അല്ല, ഷൂട്ടാണ് വരുന്നത്. ഈ ഷൂട്ടിന് വളർച്ച എത്തുമ്പോഴാണ് പിന്നെ നമുക്ക് ഇതുപോലത്തെ റൂട്ട്സ് വരും. ഈ റൂട്ടും നന്നായിട്ട് വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇളക്കി മാറ്റി തൈയായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ഇളക്കി മാറ്റാതെ ഇതിൽ തന്നെ വച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൽ നിന്ന് ഫ്ലവർ വരും. ഇളക്കി മാറ്റുവാണെങ്കിൽ പിന്നെ മാറ്റി നട്ട് ഒന്നേന്ന് അതിൻ്റെ ഗ്രോത്ത് അറ്റൈൻ ചെയ്യണം, അതിനുശേഷം മാത്രമേ ഫ്ലവർ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഹോംലി പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഇളക്കി മാറ്റാതെയും ചെടിയെ കട്ട് ചെയ്ത് മാറ്റാതെയും വീട്ടിൽ നിർത്തുന്നുണ്ടെങ്കിൽ നിറയെ ഫ്ലവേഴ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് യായ കോമ്പാക്റ്റോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൽ നിറയെ ഫ്ലവേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. നമ്മളല്ലാത്ത പ്ലാന്റ് പോലെയല്ല, ഒത്തിരി ഫ്ലവേഴ്സ് വരും. ഇപ്പം ഈ ഒരു ഷൂട്ടിൽ തന്നെ 4 സ്പൈക്ക് വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ നിറയെ വരും. ഇത് ടിലാൻഷ്യ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് രണ്ടും ടിലാൻഷ്യയാണ്. ഇതിൽ വന്നിട്ട് ഫ്ലവർ ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ലീഫിൽ കളർ ചേഞ്ച് വരും. ഫ്ലവർ പീരീഡ് ആകുമ്പോൾ ഇതിപ്പോൾ റെഡ് ഷെയ്ഡിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഫ്ലവർ പർപ്പിൾ ആയിരിക്കും. ഇനി ഇത് വന്നിട്ട് യെല്ലോ ഷെയ്ഡാണ്, ഈ ലീഫ് യെല്ലോയിഷ് ആണ് ആവുന്നതെങ്കിൽ ഫ്ലവർ വന്നിട്ട് ക്രീം ഷെയ്ഡായിരിക്കും. ഇത് ഫോക്സ് ടെയിൽ എന്ന് പറയും, ടിലാൻഷ്യയുടെ തന്നെ ഫോക്സ് ടെയിൽ എന്ന് പറയും. ഇതിൻ്റെ എൻഡിൽ പ്യുവർ ബ്ലഡ് റെഡ് എന്ന് പറയുന്ന ആ ഒരു കളറിലുള്ള ഫ്ലവറാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിടുക, വെള്ളം സ്പ്രേ ചെയ്യുക 2 നേരം. പിന്നെ നമ്മൾ ഡെൻഡ്രോബിയത്തിന് എന്ത് കെയർ ആണോ കൊടുക്കുന്നത് അത് തന്നെ കൊടുക്കുക. ഇതും അതിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി, വെള്ളം കൊടുക്കുക. ഇതിങ്ങനെ നിറയെ വളർന്ന് താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു വെറൈറ്റിയാണ്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്സ്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്സ് പല വെറൈറ്റീസ് ഉണ്ട്. ഇത് നമുക്ക് സോയിലും കൂടെ വേണം നടുന്ന സമയത്ത്. സോയില്, കോക്കോ പിറ്റ്, ചാണകപ്പൊടി അതൊക്കെ യൂസ് ചെയ്തിട്ട് നടാം. ഇത് നമുക്ക് ഓർക്കിഡിന്റെ അരാന്തറ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് ഫ്ലവറിങ്ങിന് കുറച്ച് ടൈം എടുക്കും. നമുക്കിതിന് ചാണകം, പിന്നെ DAP, കടലപ്പിണ്ണാക്ക്, ഇത് 3ഉം കൂടെ നമ്മൾ ഒരു 3 ദിവസം പുളിപ്പിക്കണം വെള്ളത്തിലിട്ട്. എന്നിട്ട് ഇതിന് ചുവട്ടിലും ലീഫിലും ഒക്കെ കൊടുക്കാം. ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അതൊരു 15 ദിവസം ഗ്യാപ്പിൽ കൊടുക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന്, നമുക്കിതൊരു ഹോം ഗാർഡൻ അല്ല, ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാം. അതിൽ ഞാൻ വാട്സപ്പിൽ ഫ്ലവേഴ്സിൻ്റെ പിക്ക് അയച്ചുതരാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വന്നിട്ട് കൊറിയർ സർവീസ് DTDC എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ചുകൂടെ പ്രോഫിറ്റബിളായിട്ട് എനിക്ക് ചെയ്തു തരാൻ പറ്റും. കാരണം നമുക്കിവിടെ കൊറിയർ സർവീസും കൂടെ ഉണ്ട് DTDCയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് ഒരു കുറവ് വരുന്നുണ്ടായിരിക്കും നിങ്ങൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ.